നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊറോണ വർദ്ധിച്ചു വരികയാണ്. ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലും 100-ന് മുകളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സൗദിയിൽ കൊറോണ കേസുകൾ വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ട് പ്രവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. അടുത്ത ആഴ്ചകളിൽ കൊറോണ ബാധിതരുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചേക്കുമെന്ന സൂചനയും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ കർഫ്യൂ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് അധികൃതർ സൂചന നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൗദിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കൊറോണ ബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും കൊറോണ ബാധിതരുടെ എണ്ണം കൂടുമെന്ന് തന്നെയാണ് അധികൃതർ വിലയിരുത്തുന്നത്. കൊറോണ ബാധ കൂടുതലാണെങ്കിൽ കർഫ്യൂ ഏർപ്പെടുത്തേണ്ടി വരും. നിലവിൽ അത്തരം സാഹചര്യമില്ല. ആശുപത്രികളിൽ കൊറോണ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും സ്ഥലമില്ലാത്ത അവസ്ഥ വരികയും ചെയ്യുമ്പോഴാണ് കർഫ്യൂ ഏർപ്പെടുത്തേണ്ടി വരിക. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണം നിലവിൽ കൂടിയിട്ടില്ല. അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ വീണ്ടും കർഫ്യൂവിനെ കുറിച്ച് ആലോചിക്കേണ്ടതെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ 325 പേർക്ക് കൂടി കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ രോഗികളിൽ 117 പേർ സുഖം പ്രാപിച്ചിട്ടുണ്ട്. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 5,52,406 രോഗമുക്തരുടെ എണ്ണം 5,40,744 രാജ്യത്ത് 24 മണിക്കൂറിനിടയിൽ കോവിഡ് മൂലം ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണം 8,870 രാജ്യത്ത് നിലവിൽ 2,792 കോവിഡ് രോഗികൾ ചികിത്സയിൽ കഴിയുന്നു. ഇവരിൽ 32 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 98%, മരണനിരക്ക് 1.6% തുടരുന്നു. റിയാദിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ വർദ്ധിക്കുന്നത്. 122 പേർക്കാണ് ഇന്ന് റിയാദിൽ രോഗം ബാധിച്ചത്. ജിദ്ദയിൽ 60, മക്കയിൽ 50, മദീനയിൽ 11, ദമാമിൽ 9 പേർക്ക് പുതുതായി രോഗം ബാധിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഇതുവരെ 4,93,26,706 ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു. ഇതിൽ 2,49,36,620 ആദ്യ ഡോസും 2,30,42,460 രണ്ടാം ഡോസും 13,47,626 ബൂസ്റ്റർ ഡോസുമാണ് നൽകിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.